ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇന്ന് മഹാദേവൻ്റെ ദിനമാണ്. ശിവരാത്രി സംഹാരത്തിൻ്റെ ദേവനെന്നും ശിവനെ പറഞ്ഞു പോരുന്നു. ശിവനെ പ്രധാനമായിട്ടും പഞ്ചമുഖൻ, 5 മുഖങ്ങളാണെന്നാണ്. സദ്യോജാതം, വാമദേവം, അഘോരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിൽ തന്നെ ശിവൻ ഇതാണ്. അതിൽ ശിവൻ്റെ അഘോര രൂപം 2 അർത്ഥത്തിൽ 2 തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ അതിന് പറയപ്പെടുന്നു. ഒന്ന് ഘോരമല്ലാത്തത്, ഏറ്റവും ഘോരമായത്, അങ്ങനെ 2 തരത്തിൽ. അഘോരം എന്ന് പറഞ്ഞ് സൗമ്യമായി, പക്ഷേ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ദുഷ്ടന്മാർക്ക് സംഹാരകനും ശിഷ്ടന്മാർക്ക് സംരക്ഷകനുമാണ് ശിവൻ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് അതിന് 2 തരം വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ശിവൻ സംരക്ഷകനാണ്. അതുകൊണ്ട് തന്നെ സംഹാരമൂർത്തി എന്നുള്ള വ്യവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഭക്തന്മാരെ ബാധിക്കുന്നില്ല. മറിച്ച് ഭക്തനെ സംരക്ഷിക്കുകയാണ് മഹാദേവൻ ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. പിന്നെ മൊത്തം എന്താണ് സംഹാരത്തിൻ്റെ ചിഹ്നങ്ങൾ? ഒന്ന് പന്നകം, പാമ്പ് കഴുത്തിൽ, പിന്നെ മുക്കണ്ണ്, പിന്നെ എന്തൊക്കെയാണ്, എല്ലാം ഇതല്ലേ. അസ്ഥി കൊണ്ടുള്ള മാല, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലെല്ലാം. പിന്നെ കണ്ടത്തിലാണെങ്കിൽ കഴുത്തിൽ ഏറ്റവും വലിയ പോയിസണായ കാളകൂട വേഷം ധരിച്ചിരിക്കുന്നു. എന്തായാലും ഏത് വകുപ്പിൽ നോക്കിയാലും മരണത്തിൻ്റെ സിമ്പലുകളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ശിവൻ സംഹാരത്തിൻ്റെ മൂർത്തി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ ശരി, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 2004 ജനുവരി 2. 2004 ജനുവരി 2 അല്ലേ? രാത്രി 9:13. ഭരണി. രാത്രി 9:13 അല്ലേ? അതെ. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് ജോലി? വിവാഹം. പെൺകുട്ടിയുടെയാ? അല്ല, ആൺകുട്ടി. പിന്നെ ഇത്ര പെട്ടെന്ന് തന്നെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കുന്നത്? അല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ട് അല്ലേ? അതിവിടെ ഉണ്ട്. അത് തന്നെയാണ് നടക്കുക. ഇപ്പം എന്താ പഠിക്കുന്നത്? ബിടെക്. അത് കഴിഞ്ഞിട്ട് ഉടനെ നോക്കേണ്ട പരിപാടിയാ? അല്ല, എന്താണ് ഭാവി എന്ന് അറിഞ്ഞിട്ട് തീരുമാനിക്കാനാണ്. ശരി, പെട്ടെന്നുണ്ടാവില്ല. ഓക്കെ. അപ്പം ഇപ്പം ഏതാണ്ട് കല്യാണത്തിനൊന്നും അങ്ങനെ വിരുദ്ധമായ സമയമൊന്നുമല്ല. പിന്നെ ജോലിയിലും വലിയ ഉയർച്ചയുള്ള ഏതാണ് ഇവൻ എടുത്തത് ബിടെക്കിന്? കമ്പ്യൂട്ടർ സയൻസ്. ആകാം. ശരി, ഓക്കെ. അതിനൊന്നും വലിയ കുഴപ്പം വരാത്ത രൂപത്തിലുള്ള അവസ്ഥ തന്നെയാണ് കാണുന്നത്. ജോലിയിലും ശോഭിക്കാൻ കഴിയുന്നതാണ്.
പുറത്തൊക്കെ പോകാൻ പറ്റുമോ? ഓ പുറത്ത് വിദേശത്ത് ഓ അതൊക്കെ പറ്റും പറ്റും പറ്റും. അതൊക്കെ ധാരാളമായിട്ട്, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. കുറച്ച് കഴിഞ്ഞ് കല്യാണം ഒരു 10-27 നോക്കിക്കഴിഞ്ഞാലും ഇതേ കല്യാണം തന്നെയായിരിക്കും അല്ലേ ഇപ്പോഴുള്ളത്? അല്ല, ഇത് ഇവൻ്റെ ഈ പിന്നെ പ്രണയം ഇന്നലെ വാലന്റൈൻ ഡേ ആണല്ലോ. അപ്പോൾ അത് പ്രണയം കുറച്ച് കടുപ്പമാണെന്നാണ് ഇവൻ്റെ ജാതകപ്രകാരമുള്ളത്. അതങ്ങനെ എന്താ പറയുക, തേച്ച് പരസ്പരം തേക്കാൻ ഇരുകൂട്ടർക്കും കഴിയില്ല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ മൊത്തത്തിൽ ഒരു തരംഗം പോലെ തേപ്പുള്ളത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അല്ല, അത് അങ്ങനെ ഇവിടെ അത് തന്നെയാണ് വിധി കാണുന്നത്. ഞാൻ പറഞ്ഞ ഭാവിയിൽ ഇപ്പോൾ ഈ ആരാണ് ഇതൊക്കെ ഇങ്ങനെ ഇപ്പം ചിന്തിച്ചിട്ട്, നമ്മളെ കാലഘട്ടമൊന്നും അല്ലല്ലോ അങ്ങനെയൊന്നും വെറുതെ തല ഉണ്ടാക്കാൻ നിൽക്കാതെ ഭാവി എന്താണ് ഇപ്പം ഭാവി എന്ന് പറഞ്ഞാൽ, അത് വെള്ളാരോ പറഞ്ഞ പോലെ ഭാവി വെല്ലുമ്മ എന്ന് പറഞ്ഞ പോലെ എന്താണ് ഈ ഭാവി? അതൊന്നും ഇനിയത്തെ കാലത്ത് ഒന്നിനും വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് അതെല്ലാം ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ വർത്തമാനകാലത്തിൽ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. നാളത്തെ ഓർത്തിട്ടൊന്നും വെറുതെ അതിൽ യാതൊരു അർത്ഥമില്ല. അല്ല, ജ്യോതിഷപ്രകാരം നിങ്ങളുടെ മകൻ്റെ ജാതകം നല്ല ജാതകമാണ്, ഭാവിയുള്ളവനാണ്, കേസരി യോഗം പോലെയുള്ള നല്ല യോഗങ്ങളുണ്ട്, വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ബുദ്ധി വർദ്ധിക്കുന്നവനായിരിക്കും, ഇങ്ങനെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നടക്കുന്ന ചൊവ്വാദശ അവന് ഏറ്റവും അനുകൂലമായ ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ ഏറ്റവും 10ൽ നിൽക്കുന്ന ചൊവ്വയാണ്. അത് വളരെയേറെ മനുഷ്യന് അഭിവൃദ്ധി കൊടുക്കുന്ന ചൊവ്വയായിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി വരാനിരിക്കുന്നതാണെങ്കിൽ അതിലും നല്ല സർപ്പദശയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പൊതുവെ ഭരണിക്കാർ പിന്നെ മധ്യപ്രായത്തെത്തുന്നതോടുകൂടി അവർ സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. നെല്ലിയാണ് അവരുടെ മരം. ആദ്യം കയക്കുമെങ്കിലും പിന്നെ മതിരിക്കുമെന്നാണ് ബലം. പിന്നെ ആനയാണ് മൃഗം. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം തിന്നിട്ട് വണ്ണവും വെക്കും. അതൊക്കെ അവരുടെ പൊതു സ്വഭാവമായിട്ട് കണ്ടുവരുന്നു. പിന്നെ ഇവന് പിന്നെ ശരിയായ പുരുഷൻ തന്നെയാണ്, ലീഡർഷിപ്പ് സ്വഭാവവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവനെ മുമ്പോട്ട് പോകുന്നതിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. അല്ല, അത് അവർ തീരുമാനിക്കട്ടെ. ഇപ്പം നമ്മൾ അതിൽ ഇപ്പം പെട്ടെന്ന് അത് ഒരു എന്താണ് 22 വയസ്സിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴേ ഒന്നും പറയാൻ പറ്റില്ല. പെൺകുട്ടിക്ക് പ്രായം കൂടുമല്ലോ, അവിടുത്തെ ഒരു ഫോഴ്സ് വരുന്നത് കൊണ്ടാണ്. അത് പെൺകുട്ടികളായാലും ഇത് കല്യാണത്തിൻ്റെ ഇപ്പം പെൺകുട്ടികൾക്കും അങ്ങനെ പ്രായമൊന്നും ഒരു പ്രത്യേകിച്ചിട്ടൊന്നും ഒരു കണക്കുമില്ലല്ലോ. ഇതിനിടെ തന്നെ 32 വയസ്സുള്ള ഒരുത്തിയോട് ഞാൻ കുറേ നേരം സംസാരിച്ചു. എങ്ങനെയൊന്നും ഒന്ന് കല്യാണം അവൾ സമ്മതിക്കുന്നില്ല. എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് നീ ഇങ്ങനെ കഴിക്കുന്നത്? ഏതൊരു സ്കിറ്റ് പറഞ്ഞ പോലെ തൊഴിലുറപ്പിന് പോലും കിട്ടൂല, പിന്നെ നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവളെ എന്താ ചെയ്യുക, 32 വയസ്സിൽ അവൾ പറഞ്ഞത് അത് സാരമില്ല കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. ഇനി എന്താ അവളോട് പറയുക? അതുകൊണ്ട് കാലത്തിൻ്റെ മാറ്റം അതൊന്നും പിന്നെ പുതിയ ഈ മൊത്തം മനുഷ്യകുലത്തിന് തന്നെ പലവിധ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, ലോകത്തിലാകെ. അതുകൊണ്ട് തന്നെ എല്ലാം പ്രവചനാതീതമാണ് നമ്മൾക്ക്. അതുകൊണ്ട് നമ്മൾ 5 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമൊന്നും ഇപ്പോഴേ കണക്ക് കൂട്ടി നമ്മൾ തലമുണ്ടാക്കണ്ട. ഏതായാലും ഇവൻ്റെ പ്രേമത്തിന് ദാർഢ്യമുണ്ട്, ദൃഢതയുണ്ട് എന്ന് ഞാൻ ഇവിടെ കാണുന്നു. ബാക്കിയെല്ലാം കാലം തീരുമാനിക്കട്ടെ. ഞാൻ അതിൽ സ്കൂട്ടാവുകയാണ്. അതിനകത്തൊരു കാരണം വളരെ ദീർഘമായ കാലത്തിലേക്കുള്ള ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓക്കെ, അതത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പിന്നെ ഏരശനിയുടെ ദോഷമുണ്ടെന്ന് അവനോട് പറയണം. അതിൻ്റെ ഭാഗമായിട്ട് അവിചാരിതമായ അനർത്ഥങ്ങളും മറ്റൊക്കെ വന്നു കളയും. അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഓക്കെ 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 അപ്പോൾ ഞാൻ പറഞ്ഞത് ശിവൻ്റെ കാര്യമാണ്. ശിവൻ എല്ലാം ശിവനിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ്. ശിവൻ ആദ്യത്തെ വൈദ്യര് ശിവനാണ്. ആ വൈദ്യഭാവമാണ്
കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം കേട്ടിട്ടില്ലേ? അത് രോഗശമനത്തിന് അവിടെയുള്ള കർമ്മങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ ഇപ്പുറം രാജാവിൻ്റെ ഭാവത്തിലിരിക്കുന്ന സാക്ഷാൽ രാജരാജേശ്വരൻ അവിടെ അതുകൊണ്ടാണ് അവിടെ രണ്ടാം മുണ്ടൊക്കെ അരയിലൊക്കെ കെട്ടി നമ്മൾ വളരെ ഭവ്യതയോടെ പോകണമെന്നാണ്. രാജാവാണ്. ഈ പിന്നെ എന്താണ് പറയുക, ഓരോ മൂർത്തിക്കും ഓരോ ഭാവം ഉണ്ടാവും. അപ്പോൾ അത് രാജരാജേശ്വരന് മാത്രമാണ് ഇങ്ങനെയൊരു ഭാവം, മഹാരാജാവിൻ്റെ ഭാവം. അതേസമയം ഏറ്റുമാനൂരിലെ ശിവൻ അഘോരമൂർത്തിയാണ്, അഘോരഭാവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടേണ്ടവനെ തട്ടുകയും സംരക്ഷിക്കേണ്ടവനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭാവം. അങ്ങനെയാണ്. ഇനി നടരാജൻ്റെ ഭാവമുണ്ട്. എന്താണ് കാഫ്ക പറഞ്ഞത്? അത് കോസ്മിക് ഡാൻസ്, ശിവൻ്റെ ഏറ്റവും ഉദാത്തമായ ഈ പ്രപഞ്ചത്തിൻ്റെ താളം തന്നെ അതാണെന്നാണ് നടരാജൻ്റെ താണ്ഡവം. അപ്പോൾ ആ താണ്ഡവം പരമശിവൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ഭാവമായിട്ട് പറയപ്പെടുന്നു. എന്തോ അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ ആരാധിക്കുന്നത് ആ ഭാവത്തെയാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ അതുകൊണ്ട് ചില താളങ്ങൾ ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ദേവിയെ മാത്രമല്ലല്ലോ, അല്ലെങ്കിലും ദേവിയെയും ശിവനെയും ശിവശക്തി എന്നാണ്. അതുകൊണ്ടാണ് ശക്തി പഞ്ചാക്ഷരി മന്ത്രത്തിന് ഇത്ര വലിയ പവർ വന്നത്. നമഃശിവായ ശിവായേ നമ. ആ മന്ത്രം ആണിനും പെണ്ണിനും ജപിക്കാം. അത് അത്രമാത്രം പവറുള്ള മന്ത്രമാണ്. വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കൊക്കെ അത് ഏറ്റവും വലിയ അല്ലെങ്കിൽ തന്നെ അർദ്ധനാരീശ്വരനാണല്ലോ ശിവൻ, ഉമാമഹേശ്വരൻ. ഉമയില്ലാതെ ശിവനെയോ ശിവനില്ലാതെ ഉമയെയോ സങ്കല്പിക്കുന്നത് പോലും വ്യർത്ഥമാണെന്നാണ്. അവർ രണ്ടല്ല ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ശിവൻ എന്താ ലോകരക്ഷക്കായിട്ട്, അതൊക്കെ ശിവപുരാണത്തിലും മറ്റൊക്കെ പറയുന്നു. ഈ പുരാണ കഥകൾ മൊത്തം അങ്ങനെയാണല്ലോ. അത് പിന്നെ അതിൻ്റെ യുക്തി കൊണ്ടൊന്നും അത് ചിന്തിച്ചിട്ട് തലമുണ്ടാക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ പിന്നെ വാസുകീനെ എന്താണ് കടകോലാക്കിയിട്ട് പാലാഴി കടഞ്ഞോ, ഇതൊന്നും നമുക്ക് ഒരാളെ എഴുതി ഇങ്ങനെ വിടുന്നു. ശരി, ഓക്കെ. ഇതിനൊക്കെ ആരാ ഉള്ളത്? അതുകൊണ്ട് അതിലൊന്നും വലിയ അപ്പോൾ പൊന്തി വന്നു കാളകൂട വിഷം അമൃതന് മുമ്പാണ്. അത് ലോകത്തിൽ വീണാൽ സർവം നശിക്കും. അത് സൈനൈഡിനേക്കാളും മാരകമായ വിഷമാണ്. ഒരു കോൾ ഉണ്ട് ശേഷത്തിൽ. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂര്. കണ്ണൂർ. പറയൂ, ഡേറ്റ് പറയൂ. 16/2/1973. 16/2/73. നക്ഷത്രം ആയില്യം. ശരി. സമയം 9:32 PM. 9:32 PM. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ് സമയത്തിന് എന്താ ഇപ്പം കുഴപ്പം കാണുന്നത്? രോഗം അങ്ങനെ അലട്ടുന്നുണ്ടോ? പിന്നെന്താ? എന്തിനാണ് ഈ വരാൻ പോകുന്ന രോഗത്തെ വാർത്തിട്ടാണോ ഇപ്പോഴേ തലമുണ്ടാക്കുന്നത്? അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. മഹാരോഗിയുടെ അവസ്ഥയൊന്നും കാണുന്നില്ലല്ലോ. ചെറിയ ചെറിയ അസുഖങ്ങളല്ലേ ഉള്ളൂ. വേറെ എന്ത് അസുഖമാണ്? വലിയ അസുഖം എന്താണ് നിങ്ങൾക്കുള്ളത്? പിന്നെ അല്ല, അങ്ങനെ ചോദിച്ചുകൊണ്ടാണ്. അതാ ഞാൻ അങ്ങനെ പറയാൻ കാരണം. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഈ രോഗം നാളെ വരുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് ഇന്നേ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അത് തന്നെ രോഗത്തിന് കാരണമാവുന്നല്ലേ സൈക്കോളജി പറയുന്നത്.
നമ്മളെ മനസ്സിൻ്റെ അവസ്ഥയാണല്ലോ നമുക്കത് അങ്ങനെ. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്കതങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ വരും. അതാണ്. അപ്പം അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾക്ക് നല്ല കാലമായിട്ടാണ് ഇവിടെ കാണുന്നത്. മോശമൊന്നുമില്ല. സ്ഥിര വരുമാനമല്ലേ അച്ഛൻ്റെ? ഓ, അച്ഛൻ്റെ ജാതകമാണ്. അച്ഛൻ്റെ സ്ഥിര വരുമാനമല്ലേ? ആ, മകനാണ് വിളിക്കുന്നത് അല്ലേ? ആ, എന്താണ് അച്ഛൻ അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? അല്ല, അതൊക്കെ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കടങ്ങളല്ലേ. അങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ വലിയ നെഗറ്റീവായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. അച്ഛൻ്റെ പഴയ ആ ഒരു ഭയങ്കരപ്പെട്ട ഒരു കളി ഒന്നും മങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹലോ ഹലോ ഹലോ. ആ, അല്ല, അച്ഛൻ്റെ ആ വലിയ ഇതിൻ്റെ അകത്ത് ചെറിയൊരു മങ്ങൽ വന്നു എന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല, അതേപോലെ തന്നെ പോവും കേട്ടോ. നല്ല നിലയിൽ തന്നെ മുമ്പോട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ എന്താണ്, അതുകൊണ്ട് ശിവൻ്റെ ഈ നടരാജഭാവത്തെ ആരാധിക്കുമ്പോൾ എന്താണ്, എനിക്ക് മനസ്സിലാക്കുന്നത് നടപ്പിന് പോലും ഒരു താളം വന്നിട്ടുണ്ടെന്നാണ്. വർത്തമാനത്തിന് താളം കിട്ടും, കാരണം അത് മൊത്തം ഡാൻസല്ലേ. ഞാനൊരു മിനി ഡാൻസല്ലേ കളിച്ച് പോകുന്നത്. ഇത് മനുഷ്യർക്ക് ഏതിനെയാണോ, ഏത് ഭാവത്തെയാണോ ആരാധിക്കുന്നത് അത് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുമെന്നാണല്ലോ. മഹാലക്ഷ്മി ഭാവത്തിലാണ് ദേവിയെ, മൂകാംബികമ്മ മഹാലക്ഷ്മിയാണല്ലോ. അതുകൊണ്ട് എന്തായാലും ദാരിദ്ര്യമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകാം. വലിയ പണം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വലിയ പൊരുത്തം കാണുന്നില്ലേ? എസ്.ഐൻ്റെ പണിയൊക്കെ വളരെ റിട്ടയർമെൻ്റ് എടുത്ത് എന്നിട്ട് മഹാനായിട്ട് വർത്തമാനം പറഞ്ഞു. നമ്മളൊന്നും ഒരിക്കലും മഹാനായിട്ട് വർത്തമാനം പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്ന ആൾ അത്രമാത്രം ശ്രദ്ധിക്കണം. അയാൾ എന്തിനാണ് അത്ര മഹാനായിട്ട് സംസാരിച്ചത്? അത്രമാത്രം മഹാനായതുകൊണ്ടല്ലേ അയാളെ വീട്ടിലേക്ക് 16 വയസ്സുള്ള കുട്ടിയൊക്കെ രക്ഷിതാക്കൾ കൊണ്ട് നിർത്തുന്നത്. എന്നിട്ട് അയാൾ ചെയ്ത പണി എന്താണ്? ഒന്നുകിൽ അല്ല, ആരും ഇത്ര പരിപൂർണരല്ല എങ്കിൽ കൂടി ഞാൻ പറയാ, ഇയാൾ മഹാനെ പോലെ സംസാരിക്കുക. നമ്മളൊന്നും അത്തരം ആൾക്കാർക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മൾ മഹാനാണെന്ന് പറഞ്ഞാൽ മഹാനെ പോലെ ജീവിക്കണം, വേണ്ടേ? ഞാൻ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. എന്താണ് ഒരു പ്രസംഗത്തിന് 1,00,000 ഉറുപ്പ്യൊക്കെയാണ് മേടിക്കുന്നത്. ഞാനൊക്കെ എന്ത് പൊട്ടൻ. എന്നിട്ട് 1,00,000 ഉറുപ്പ്യ ഒരു പ്രസംഗം, മാസം 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കുന്നുണ്ട്. തന്ത്രിയുടെ പിന്നെ ഞാനത്ര അതിൻ്റെ ശരിയായ അവസ്ഥ ഇനിയും വന്നിട്ടില്ല, അത് വരാനുണ്ട്. അല്ല, തന്ത്രിയുടെ ഡാൻസ് കാണുമ്പോൾ തന്നെ അവനെ തല്ലേണ്ട കൂട്ടത്തിലാണ്. അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം അവൻ്റെ ഡാൻസാണ്. മറ്റേ കാര്യത്തിൽ എനിക്ക് തീരുമാനമായിട്ടില്ല. കാരണം ഈ ലോകത്തിൽ പലതും അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനൊന്നും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൊല്ലത്തെ തന്ത്രി മുരാരിയെ കൊണ്ടാണ് പറയുന്നത്. പക്ഷേ സ്വന്തം ശരീരം പോലും നോക്കാൻ അറിയാതെ പൊട്ടനാണ്, എന്തും പറ്റും അങ്ങനെയുള്ളവർക്ക്. ആ ശരീരഘടന, ബോഡി ലാംഗ്വേജ് എന്ന് പറയും. ആരാണോ സ്വന്തം നെഞ്ചളവിനേക്കാളും 5 ഇഞ്ച് വയറ് കൂട്ടി വെക്കുന്നത് അവൻ ആൾ പൊട്ടനായിരിക്കുന്നതാണ്. ഇയാൾക്ക് 10-15 ഇഞ്ച് കൂടുതലാണ് ഇവിടെ ഉള്ളതിനേക്കാളും. ഇവിടെ 15 ഇഞ്ചോളം കൂടുതലാണ് ഞാൻ നോക്കുമ്പോൾ. ഇവിടെ കുറഞ്ഞിട്ട് ഇവിടെ കൂടിയിരിക്കണം എന്നാണ്. എനിക്കൊക്കെ 4 ഇഞ്ച് ഇവിടെ ജാസ്തിയാണ്, ദൈവം സഹായിച്ചിട്ട്. ഈ പ്രായത്തിൽ അങ്ങനെ എല്ലാവർക്കും വെക്കാൻ കഴിയില്ല. ഒരു ചെറുപ്പത്തിലെ കളിച്ചുകൊണ്ട് അതായത് വ്യായാമം ചെയ്തുകൊണ്ടുള്ള ഗുണമാണ്. പക്ഷേ 5 ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ കൂടി നിൽക്കും, അതൊക്കെ സാധാരണ. ഇത് 10-15 ഇഞ്ചൊക്കെ തന്ത്രി. അപ്പോൾ തീറ്റ തന്നെയാണ് പ്രധാനം, വയറിനാണ് അയാൾക്ക് പ്രാധാന്യം.
യാതൊരു സംശയമില്ലല്ലോ. അത് ബുദ്ധിക്ക് കുറവുള്ള ആളാണ് ഈ വയറിന് പ്രാധാന്യം കൊടുക്കുക. ഏത് അവയവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ തലച്ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവൻ കുറച്ചേ തിന്നുള്ളൂ. കാരണം എത്ര തിന്നുന്നോ അതിന് കണക്കായിട്ടായിരിക്കും ഉറക്കം. തൂക്കം കൂടുന്നതിനനുസരിച്ച് വ്യായാമം ചെയ്യാനുള്ള കഴിവും നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു മാംസപിണ്ഡം, എന്നിട്ട് ആ മാംസപിണ്ഡം വെച്ചിട്ട് ഒരു വൃത്തികെട്ട ഡാൻസ്. അപ്പോൾ ബുദ്ധി തീരെ ഇല്ല എന്നർത്ഥം. അത്തരക്കാർക്ക് അബദ്ധമെല്ലാം പറ്റി പോവാം. ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അബദ്ധം വരില്ലല്ലോ. ബുദ്ധി കുറഞ്ഞാലാണല്ലോ കുഴി പോയി ചാടുക. അല്ലാത്തവർക്ക് അങ്ങനെ കുഴി ചാടില്ലല്ലോ. അവരെ കുഴി ചാടിക്കാൻ നോക്കിയാലും നടക്കൂലല്ലോ. ഞാനൊക്കെ അതല്ലേ 12 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ CCTV വെച്ച ആളല്ലേ എൻ്റെ റൂമിൻ്റെ അകത്ത്. ഇതൊക്കെ പലതും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. വീണ് കിടന്നാൽ പിന്നെ നല്ല ഡാൻസ് കളിക്കാൻ ആൾക്കാരുണ്ടല്ലോ. വീണു നിങ്ങൾ കേൾക്കുകയല്ലേ വേണ്ടു. ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. പെരുമ്പറ മുഴക്കൂ ഡൺ ടൈം ടൈം. തന്ത്രീനെ കൊണ്ടൊക്കെ ഇപ്പോൾ പെരുമ്പറ മുഴക്കുന്ന ആളെത്ര. പക്ഷെ പോലീസുകാരൻ്റെ അങ്ങനെയല്ലെന്നാണ് ഞാൻ കേട്ടത്. തന്ത്രിയുടെ ഞാൻ ഒന്നും പറയുന്നില്ല. മുരാരിയോ എന്തോ ആവട്ടെ മാറ്റി വെക്കുന്നു ഞാൻ. എൻ്റെ പിന്നെ വർക്ക് ചെയ്യുന്നവനായതുകൊണ്ടല്ല, അതൊന്നും അയാൾ പഠിച്ചിരുന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അയാൾ തന്ത്രിയും അല്ല, ഒന്നുമല്ല. ഇതാണ് ഈ പറയുന്നത്. നമ്മൾ ഈ വേണ്ടാതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. ദൈവത്തെ പൂജിക്കുന്നു, തന്ത്രിയാണെന്ന് ഞാൻ എവിടെയെങ്കിലും അവകാശപ്പെട്ടോ? ഞാൻ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും, അതൊക്കെ ഒരു പിന്നീടെല്ലാം അത് തകരാറായിട്ട് വരും. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി കളവ് പറയുകയും ഒരു തന്ത്രവിദ്യാപീഠത്തിലും പഠിക്കാതെ തന്ത്രിയാണെന്ന് എങ്ങനെയാണ് പറയുക? ഇപ്പം അയാളെ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടവനല്ല. അതിപ്പോൾ ഇഷ്ടം പോലെ ഏറ്റവും വലിയ തന്ത്രിയായിരുന്നു പറവൂർ ശ്രീധരൻ തന്ത്രി, ഈഴവ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് രാകേഷ് തന്ത്രി. നമ്മുടെ കണ്ണൂരുള്ള ക്ഷേത്രത്തിൻ്റെ അടക്കം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അടക്കം തന്ത്രി അദ്ദേഹമാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്പൂതിരിക്ക് മാത്രമേ തന്ത്രിയാവാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ ഇയാളൊരു തന്ത്രവിദ്യാപീഠത്തിലും പഠിക്കാതെ ഞാൻ തന്ത്രിയാണെന്നൊക്കെ അവകാശപ്പെടുന്നതൊക്കെ ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ നാലാംകിട പണിയല്ലേ. അതയാൾ ചെയ്യാൻ പാടുണ്ടോ? ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാടാച്ചിറ. കാടാച്ചിറ. പറയൂ, ഡേറ്റ് പറയൂ. 16/5/2011. 16/5/2011. നക്ഷത്രം ചോദി. ആരാണ്? ആണാണോ പെണ്ണാണോ? പെണ്ണ്. എന്താണ് മോളെ കൊണ്ട് അറിയണ്ടേ? 10ാം ക്ലാസ്സാണോ? 10ാം ക്ലാസ്. എന്താണ് പഠിപ്പിനെ പറ്റിയും കുറച്ച് നല്ല അറിയാം. നിങ്ങൾ സമയം പറഞ്ഞില്ല. 6:15 വൈകുന്നേരം. വൈകുന്നേരം. ഓക്കെ. ഇപ്പം വ്യാഴദശയാണ് നടക്കുന്നത്. എന്താണ് പഠിക്കുന്നില്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പഠിക്കും, എന്നാലും കുറച്ച് ഇരിക്കാൻ പ്രയാസമാണ് പഠിക്കാൻ. അതൊക്കെ അങ്ങോട്ട് ശരിയാവുന്നു. അങ്ങനെ മോശമൊന്നുമില്ലല്ലോ, തീരെ മോശമൊന്നും ഇല്ലല്ലോ. ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരു മോശമൊന്നുമില്ലല്ലോ. ഇനി ഉയർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ കൂടുതൽ നന്നായി പഠിക്കുമെന്ന് ആണ് കാണുന്നത്. നല്ല നിലയിൽ ഭാവിയുള്ള പെൺകുട്ടി തന്നെയാണ്. ചോദിക്കണ്ടെന്നല്ലേ? എന്താണ് ശിവരാത്രി ആയിട്ട് നന്നായിട്ട് വരും എന്ന് തന്നെ കാണുന്നത്. അല്ല, അതെല്ലാം ഈ കുറച്ച് മറ്റേ ഇൻസ്റ്റയിലും മറ്റേലും മറിച്ചേലും ഒക്കെ ഇങ്ങനെ നോക്കി കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ലേ? അതിപ്പം കുട്ടികൾക്കെല്ലാം ഇല്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ട് അവരെ ശരിയാക്കി കൊണ്ടുവരണം. ജാതകപ്രകാരം ദശ നടക്കുന്നത് വ്യാഴത്തിൻ്റെതാണ്. പിന്നെ ജാതകപ്രകാരം പഠിക്കുന്ന കുട്ടിയുടെ ജാതകം തന്നെയാണ്. അങ്ങനെ ഒരു വലിയ കുഴപ്പമൊന്നും ഇവിടെ കാണുന്നില്ല. നല്ല നിലയിൽ ഉയർന്ന് ഭാവി ഉണ്ടാവുമെന്ന് ഞാൻ തന്നെയാണ് പറയുന്നത്.
പൊതുവെ ഇവർ സൗമ്യ സ്വഭാവമുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതായിട്ട് കണ്ടുവരുന്നു. ആരെയും വെറുപ്പിക്കാത്ത രീതികളും മറ്റൊക്കെയാണ്. ഒരു പതുക്കെയാണ് നടക്കുക, അങ്ങനെ വേഗത്തിലൊന്നും നടന്ന് അങ്ങ് പോകുന്നില്ല. എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുക. പിന്നെ 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 തടിച്ചിങ്ങോട്ട് വരും. അതുകൊണ്ട് നല്ലോണം തിന്നുന്നുണ്ടെങ്കിൽ ഒന്ന് തീറ്റി ഒന്ന് പിടിച്ചോളാൻ പറ അവളോട്. ഇപ്പോൾ 8 ഇഡ്ഡലിയൊക്കെ തിന്നുന്നുണ്ടോ? ഓ ഇല്ല, പിന്നെ മറ്റേതാണോ, മന്തിയാണോ? എന്നാ പിന്നെ മന്തിയാണോ പിന്നെ പറയണ്ടല്ലോ, വേഗം തടിച്ചോളുമല്ലോ. മന്തിയും പാലൂതിയും നല്ലതല്ലേ, നല്ല കോമ്പിനേഷനാ. പുറത്തിറങ്ങിയിട്ട് നല്ലവണ്ണം മേടിച്ചു കൊടുക്കും മോക്ക് കേട്ടോ. ശരി, അച്ഛൻ്റെ അടുത്ത കാശുണ്ടല്ലോ നല്ലോണം. അവൾ ജനിച്ചതിന് ശേഷമല്ലേ കാശ് വരാൻ തുടങ്ങിയത്. മേടിച്ചു കൊടുക്ക്. ഇനി ഇപ്പോഴല്ലേ തിന്നാൻ പറ്റും, പ്രായമായാൽ പിന്നെ തിന്നാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ലോ. ഏതായാലും നന്നായി വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി, ഇപ്പം ഞാൻ പറഞ്ഞത് ശിവൻ്റെ ഇത്തരം എന്താണ് പിന്നെ നമ്മൾ ആരാധിക്കുന്ന പിന്നെ ദേവതയുടെ ചില സ്വാധീനങ്ങൾ നമ്മളിലേക്ക് വരുമെന്നാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ഒരു റൊമാൻറ്റിക് പ്രകൃതം കണ്ടുവരുന്നു. പൊതുവെ ആണായാലും പെണ്ണായാലും. ഞാൻ 3 ദിവസം മുമ്പേ ഗുരുവായൂരപ്പനെ തൊഴുത് വന്നു. ഗുരുവായൂരപ്പനെ ഇടയ്ക്കൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് എന്തൊക്കെയോ ഒരു ഇതാവും. ഒരു വർഷത്തിലൊന്നാണ് മിനിമം. അപ്പോൾ ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ടിട്ട് കുറച്ചായതുകൊണ്ട് ഒന്ന് ഓടിപ്പോയി കണ്ടു. അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ ഭക്തന്മാർക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത, അവർ ഈ പറഞ്ഞതുപോലെ ആണായാലും പെണ്ണായാലും പ്രണയത്തോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാവുന്നതാണ്. ഗുരുവായൂരപ്പനെ കാമുകനായി കാണുന്ന യുവതികളുടെ എണ്ണം കേരളത്തിൽ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും നിഗൂഢമായ രഹസ്യമാണ്. അത് ഗുരുവായൂരപ്പന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മറ്റൊരു ദൈവത്തിനും കൃഷ്ണൻ്റെ തന്നെ ബാക്കിയുള്ള എവിടെയൊക്കെ കൃഷ്ണൻ്റെ ഇതുണ്ട്. പാർത്ഥസാരഥിയായിട്ടും മറ്റ് പല രൂപത്തിൽ കൃഷ്ണൻ, ആറന്മുള കൃഷ്ണനുണ്ട്, തൃപ്പൂണിത്തുറ കൃഷ്ണനുണ്ട്. അതൊക്കെ ചതുർബാഹു വിഷ്ണു ആണെങ്കിൽ കൂടിയും കൃഷ്ണനാണത്. അത് ഗുരുവായൂരും അങ്ങനെ തന്നെ. അത് ഇവരൊക്കെ ഈ ഉടുപ്പി കൃഷ്ണൻ ഇവർക്കൊന്നും ഇല്ലാത്തൊരു മഹാഭാഗ്യമാണ് ഈ നമ്മളെ ഗുരുവായൂരപ്പന് മാത്രം. അതാണ് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ നാൻ തന്ന കാതലിക്ക് നീ താനെ സാക്ഷി എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ആ കാതലിനെല്ലാം സാക്ഷി, കാതലെന്ന് പറഞ്ഞാൽ പ്രേമം. എൻ്റെ പ്രേമങ്ങൾക്കെല്ലാം നീ തന്നെയാണ് സാക്ഷി. ഏറ്റവും വലിയ തമിഴ്നാട്ടിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനം. അപ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെ മാത്രം. ഗുരുവായൂരപ്പനോട് പ്രേമകഥകളാണ് ഭക്തന്മാർ, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. ഞാനൊക്കെ ഇനി എന്ത് പ്രേമിക്കാനാണ്. എന്നാൽ 3 ദിവസം മുമ്പേ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാനൊന്ന് കാണാൻ പൂതിയായിട്ട് വന്നതെന്ന് പറഞ്ഞു. അവരൊന്നും പറയാനൊന്നും പോയില്ല. എന്ത് പറയാനാണ്? നമ്മളൊക്കെ ഇനി എന്താണ് എഴുന്നള്ളിക്കേണ്ടത്? ഒന്നും എഴുന്നള്ളിക്കാനില്ല. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തറമ്പ്. പറയൂ, ഡേറ്റ് പറയൂ. 1958 ഡിസംബർ 12. ഓ, നമ്മളിത് എത്ര പ്രാവശ്യം പറഞ്ഞതാണപ്പാ. എന്താണ് പിന്നെയും പ്രശ്നം? അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളെ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പം അത്രയല്ലേ ആയുള്ളൂ നമ്മൾ പറഞ്ഞിട്ട്. പിന്നല്ലേ, നിങ്ങളെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്താ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. എന്താ പ്രശ്നം പറ.
ഞാൻ ഒരു മുച്ചിലോട്ട് അവനെല്ലാം ചെയ്യുന്നതേനും ആടെ ഭയങ്കര പ്രശ്നം, ഒരു കാരണമില്ലാണ്ട് അതെന്ത് മുഷ്ടലുണ്ടോന്ന് അറിയാനാ. മുച്ചിലോട്ടമ്മ എന്താണ്? നിങ്ങളെ കുലപരദേവതയല്ലേ? കുലദേവതയാണ്. ഒക്കെ അത് അടുത്തു നിന്നുള്ള ഒരു ക്ഷേത്രമായ കൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. എന്റെ ക്ഷേത്രം വേറെയാണ്. അത് പറ്റില്ലല്ലോ. അത് അവിടെ ചെയ്യാം. പക്ഷെ സ്വന്തം പിന്നെ അമ്മയെ മറന്നുകൊണ്ട് പിന്നെ പോറ്റമ്മക്ക് ചെലവിൽ നടന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ എൻ്റെ കുലപര ദേവതയാണ് കൈതേരി നീലക്കരിങ്കാളി. അവിടെ പോകാതെ ഞാൻ മൂകാമ്പി പോയിട്ട് എന്താണ് കാര്യം? അത് മഹാ തെറ്റല്ലേ? അയ്യോ, അത് ഭയങ്കരമായ കുഴപ്പം വരും. അവിടുന്ന് മറ്റേ മൂകാമ്പിൽ നിന്നും കിട്ടില്ല, ഇവിടെ കോപിക്കുകയും ചെയ്യും. രണ്ടും ആയിപ്പോയി, എൻ്റെ പണി ഒരുങ്ങി പോകും. അത് നിങ്ങൾ എൻ്റെ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്റെ സ്വന്തം ക്ഷേത്രത്തിൽ പോയി എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പിന്നെ ഈ ശരിയായ നിങ്ങളുടെ മാതാവിൻ്റെ മുച്ചിലോട്ട് കാവ് ഏതാണ്, ആ കാവിലാണ് നിങ്ങൾ പോയിട്ട് അടിയന്തരമായിട്ട് നിങ്ങൾ ഇപ്പോൾ അവിടുത്തെ കളിയാട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. നിങ്ങൾ പോയിട്ട് വെളിച്ചെണ്ണയൊക്കെ കൊടുത്തോ? എന്നാ ഇപ്പൊ തീർന്നു എന്ന് വിചാരിച്ചോ? അമ്മയല്ലേ, നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങളോട് കോപിക്കൊന്നുമില്ല. അതൊക്കെ വെറുതെയുള്ള വിചാരം മാത്രം. അത് ആ മുഷ്ടലെല്ലാം മാറി കാണും. പിന്നെ പോയില്ലേ, കളിയാട്ടത്തിന് പോയില്ല? അമ്മയുടെ മുടി നിവരുമ്പം പോയി അവിടെ നിന്നില്ലേ? പിന്നെ എന്താണ്, തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? ഇനി അതൊന്നും അതിനെപ്പറ്റി ചിന്തിക്കണ്ട. അമ്മയുടെ പ്രശ്നം തീർന്നു. പറയുന്ന ആൾ അങ്ങനത്തെ ആളാണല്ലോ പറയുന്നത്. അർഹതയുള്ളവൻ പറഞ്ഞാൽ അത് മനസ്സിലായിക്കൊള്ളുക. വേഷം കെട്ടുന്നില്ലെങ്കിലും ദേവീൻ്റെ ആള് ആരാന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിചാരം വേണ്ട മനസ്സിൽ, കേട്ടോ? എല്ലാം നന്നായി വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ എന്താണ് പറയുക, നമ്മളൊരു മനസ്സമാധാനം. ഇവിടെ ഈ പറഞ്ഞ പോലെ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ ഇപ്പം വലിയ ഔമതിപ്പൊക്കെ ഉണ്ടാകുന്ന അവസരമാണിത്. ഞാനൊക്കെ അത്തരം പണിയൊന്നും എടുക്കുന്നില്ലല്ലോ. വെറുതെ കുറച്ച് ഇതിനെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഇത് വലിയ ഭയങ്കര സംഭവമാണ്. ഞാൻ വലിയ സംഭവമാണ്. ഞാനാണ് റോക്കറ്റ് വിടുമ്പോൾ മുഹൂർത്തം എഴുതി കൊടുത്തത്. അർജുനൻ വെള്ളത്തിൽ പോയപ്പോൾ അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ അന്നേരം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് ജ്യോതിഷമല്ല, എൻ്റെ പ്രാക്ടിക്കൽ നോളജാണ്. ആ ഭൂമിയുടെ കിടപ്പ്, ആ റോഡിൽ ഞാൻ സഞ്ചരിച്ചതാണ്. മലയടക്കം ലോറിയെ തള്ളി വെള്ളത്തിലിട്ട് കഴിഞ്ഞു. പിന്നെ ആ സമ്മർദ്ദത്തിൽ ലോറിയുടെ ഉള്ളിലുള്ള വ്യക്തിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതൊക്കെ പ്രാക്ടിക്കൽ നോളജാണ്. അത് എനിക്ക് വലിയ കുറേ ആൾ എന്നെ വിമർശിച്ചുകൊണ്ടൊക്കെ വന്നു. നിങ്ങളെന്താ ഇങ്ങനെ മനസ്സ് കല്ലാണോ അങ്ങനെ ഇങ്ങനെ? ഞാൻ പറഞ്ഞു, എന്താണ് കല്ലെന്ന് പറഞ്ഞിട്ട് അതിപ്പം ആരായാലും ശരി. അന്ന് കേരളത്തിലെല്ലാവരും കരയുന്ന സമയം തന്നെ ഞാനും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇല്ലെന്നല്ല, ഒരു പാവം 28-29 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആർക്കായാലും വിഷമങ്ങളുണ്ടാവും. പക്ഷേ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടല്ലേ പറ്റൂ. ഇപ്പോൾ ഇന്നലെ ആ മോളെ 10 മാസമുള്ള മോള് മരിച്ചപ്പോഴും ആ രക്ഷിതാക്കൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നു കണ്ടില്ലേ? അതിൻ്റെ മാതാപിതാക്കൾക്ക് എത്രമാത്രം സങ്കടമുണ്ടാവും. ലോകത്തിലെ ഏറ്റവും ചങ്ക് പറിക്കുന്നത് പോലത്തെ അവസ്ഥയല്ലേ 10 മാസമുള്ള മകൾ മരിച്ചു പോകുന്നു. അവളുടെ ആ സമയത്തും, ആ മോള് മരിച്ച സമയത്തും ഇവളെ കൊണ്ട് ഇവളുടെ കിഡ്നിയോ ഇവളുടെ നേത്രപടലമോ ഇവളുടെ കരളോ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, ഹൃദയവാൾവോ ഉപയോഗിച്ച് വരട്ടെ എന്ന് ചിന്തിക്കുന്ന എത്രമാത്രം ഉന്നതമായ മാനസികമായ അവസ്ഥയാണ് അവർക്ക് ഉള്ളത് എന്ന് പറയാൻ പറ്റും. അതാണ് യാഥാർത്ഥ്യബോധത്തിലേക്ക് വരിക എന്നുള്ളത്. ഒരു ട്രാജഡി സംഭവിച്ചു, ദുരന്തമായി, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വെള്ളത്തിൽ പോയ മനുഷ്യൻ മരിച്ചു പോകും, ഉറപ്പല്ലേ? പിന്നെ ഇയാളെപ്പോലുള്ള ആൾക്കാർ വെറുതെ ഇങ്ങനെ പേര് കേൾക്കാൻ വേണ്ടി അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
വെള്ളത്തിൻ്റെ അകത്ത് പോയ ഒരു മനുഷ്യന് 7 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകുന്നുള്ള പറയാൻ വലിയ ജ്യോതിഷം വേണോ? അതിന് ചെറിയ തിലകം പറഞ്ഞ പോലെ തലയിൽ കുറച്ച് കിഡ്നി ഉണ്ടായാൽ പോരെ. ഈ തലയിൽ കിഡ്നി ഇല്ലാത്തതല്ലേ പ്രശ്നം പലർക്കും. നമുക്ക് വലിയ രൂപത്തിലില്ലെങ്കിൽ ചെറിയ രൂപത്തിൽ തന്നു. അതുകൊണ്ട് നമ്മളെ തടി കാഴ്ചലാക്കി. ഇനിയിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, അത് വിഷയമൊന്നുമല്ല. ഇവിടം വരെ എത്തിയില്ലേ. അറവ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ലല്ലോ. ഓടാവില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക, പോകുന്നിടത്തും വരെ പോയിക്കോട്ടെ, അത്ര മാത്രം. ജീവിതം ഒന്നും കാണാണ്ട് അല്ലല്ലോ, ജീവിതമെല്ലാം കണ്ടില്ലേ. ഇനി വാർദ്ധക്യല്ലേ, അതവിടെ നിൽക്കട്ടെ. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? മനസ്സിലാവുന്നില്ല. പറയൂ, ഡേറ്റ് പറയൂ. 14/7/2005. ഒന്ന് വോളിയം കുറക്കൂ അവിടെ. 14/7/2005. ശരി. സമയം 2:26 ഉച്ചക്ക്. പൂര നക്ഷത്രം. നക്ഷത്രം ചിത്ര. 14/7/2005. ചിത്ര. ശരി, എന്താണ് ആരുടേത്? എന്താണ് മോക്ക് അറിയേണ്ട വിഷയം പറയൂ. പഠിപ്പിന്റെയും ജോലിന്റെ എല്ലാം പറ്റി. എന്തിനാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ? ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 3ാമത്തെ കൊല്ലായി. ഏത് കോഴ്സ്? ആർക്കിടെക്ചർ. 3 കൊല്ലായി. ഇനി എത്ര കൊല്ലം ഉണ്ടത്? ഇനി 2 കൊല്ലമുണ്ട്. നന്നായിട്ട് പോകുന്നില്ലേ പഠിപ്പൊക്കെ? പോകുന്നുണ്ട്. പിന്നെന്താണ്, രാഹുവിന്റെ ലാസ്റ്റ് ഘട്ടമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് നന്നായിട്ട് എഫേർട്ട് എടുക്കണം. രാഹുവിന്റെ ലാസ്റ്റ് ഘട്ടല്ലേ, അതുകൊണ്ട് മനസ്സിനും ഉണ്ടോ ഒരു വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയില്. പിന്നെ വീട്ടിൽ നിന്ന് പോവാണോ അതോ? വീട്ടിൽ നിന്ന് ദൂരെയാ, മംഗലാപുരം. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷമൊക്കെ കറക്റ്റ് അല്ലേ? അവിടെ കുഴപ്പമില്ല. ശരി, ഒന്ന് മൂകാംബികയിലൊന്ന് പോയി, അവിടുന്ന് മൂകാംബിക പോകാൻ എളുപ്പമാണല്ലോ, ഒന്ന് മൂകാംബിക ഒന്ന് പോയി കളയൂ. 2 സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് രാവിലെ പോയാൽ വൈകുന്നേരം കൊണ്ട് എത്താലോ. ഒരു ഞായറാഴ്ച രാവിലെ വിട്ടാൽ പോരെ, അവിടെ നിൽക്കൊന്നും വേണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 4-8 മണിക്കൂർ ബസ്സിന് അത്രയല്ലേ ഉള്ളൂ. ഉച്ചപൂജ തൊഴുതിട്ടിങ് വന്നാൽ നല്ലതാ കേട്ടോ. കാരണം ഈ രാഹു അവസാനിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഒന്ന് ഇതാവണം. അതുപോലെ സുബ്രഹ്മണ്യത്ത് പോകുന്നത് നന്നായിരിക്കും. കോഴ്സിനൊന്നും യാതൊരു തരത്തിലുള്ള ഭംഗവും വരാതെ, ഒന്നും ബാക്കി വരാതെ എല്ലാ സെമസ്റ്ററും കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരണ്ടേ? അതൊക്കെ സാധിക്കും. ബുധന് നല്ല ബലമുണ്ട്, ബുധന് ഭയങ്കര ബലമുള്ളവളാണ്. അതുകൊണ്ട് പഠിപ്പിനൊന്നും വലിയ ദോഷമൊന്നും വരില്ല. എന്നാലും പറയാം. പിന്നെ വെള്ളമൊക്കെ നല്ലോണം കുടിക്കണം കേട്ടോ. വെള്ളം കൂടിയൊക്കെ കുറവാണ് അല്ലേ? അത് കൂട്ടണം. ഏതായാലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വലിയ ഭാവിയിൽ തന്നെ മുമ്പോട്ട് പോകും കേട്ടോ. അതൊക്കെ വ്യാഴദശയല്ലേ, അപ്പോഴേക്കും വ്യാഴല്ലേ, അടിപൊളിയാവില്ലേ. ചിത്തിര പെണ്ണിന് നല്ല നഷ്ടം. അതൊക്കെ ഇപ്പൊ പുറത്ത് പോകുന്നൊന്നും ചോദിക്കണ്ടല്ലേ, എല്ലാരും ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അല്ലേ. ആരാണിപ്പോ ഇവിടെ നിൽക്കുന്നത്? ഇത് കേരളം നമ്മളെ പോലത്തെ വയസ്സന്മാരുടെ ഹബ്ബായി മാറുകയല്ലേ. നീ വയസ്സനാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചിരി, ഒരു പുഞ്ഞം. അത് വേണ്ട കേട്ടോ. എന്തോട്ടെ, നല്ലതായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. പുറത്തൊക്കെ പോകാൻ കഴിയും, അതിന് യാതൊരു തടസ്സവും ഇല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ
ഇന്ന് ശിവൻ്റെ മഹാദേവൻ്റെ ദിവസമാണ് എന്ന് രാത്രിക്കും സാധാരണ ശിവക്ഷേത്രത്തിൽ ഉച്ചക്ക് മുമ്പ് പോകുന്നതാണ് നല്ലത്. ധാരയൊക്കെ 11-11:30 മണിയോടുകൂടി നിർത്തും. അപ്പോൾ ഇന്ന് മാത്രം അങ്ങനെയല്ല, ഇന്നൊരു പ്രത്യേകതയുണ്ടല്ലോ, ഇന്ന് രാത്രിക്കും പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാം വ്രതൊന്നും എടുക്കാനൊന്നും രാവിലെ എൻ്റെ നടരാജനെ എന്നാലാവും വിധം ഏറ്റവും ഭംഗിയായി പൂജിച്ചു. ഇനി പോസ്റ്റ് ഇടാൻ പറ്റിയില്ല, ഇനി പരിപാടി കഴിഞ്ഞിട്ട് വേണം പോസ്റ്റ് ഇടാൻ. ഇതിപ്പം പൂജിച്ചാൽ മാത്രം പോരല്ല, പോസ്റ്റ് ഇട്ടിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണ്ടേ. ദൈവിക വിഷയത്തിൽ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് കുറേ പേര് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു പോസ്റ്റൊക്കെ 2 ലക്ഷം ആളൊക്കെ കാണുന്നത്. അത് വിതരണം കൂട്ടിയടിക്കുകയാണ് ഫേസ്ബുക്ക്, മറ്റൊന്നുമല്ല. ഇയാളിടുന്ന കാര്യം കാണാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്നാൽ കിടക്കട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളെ മാത്രമേ കാണിക്കൂ. അവരൊക്കെ പ്രത്യേക അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിത പ്രകാരം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും, പിന്നെ മോണിറ്റൈസേഷൻ കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കൂടുതൽ കാണിച്ചിട്ട് എന്തെങ്കിലും പൈസ തരണമെന്നൊക്കെ സുക്കറിൻ്റെ ഈ തീരുമാനിച്ച് കാണും. അപ്പോൾ അവരങ്ങനെ വിതരണം കൂട്ടും, ഡിസ്ട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ ഞാൻ ഈ ഭക്തിമാർഗത്തിലുള്ളതും വിവിധ മോഡലുകളുള്ള സാധനമാണ് ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അടിച്ചു വിടുന്നത്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. നമ്മളെ കണ്ടൻറ്റ് എന്നും പറയും, കോണ്ടൻറ്റ് എന്നും 2 തരത്തിൽ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഇയാളുടെ കോണ്ടൻറ്റ് കുഴപ്പമില്ല, അതുകൊണ്ട് അത് നമ്മളെ കമ്പനിക്ക് നല്ലതാണ്. അത് തീരുമാനിക്കുന്ന AI ആണ്, മനുഷ്യർ പോലും അല്ല. അത് ഫേസ്ബുക്കിൻ്റെ അൽഗോരിത പ്രകാരം. പിന്നെ എനിക്കെതിരായിട്ട് റിപ്പോർട്ടൊന്നും അടിക്കാൻ ആർക്കും ധൈര്യമില്ല. എന്നോടങ്ങനെ കളിക്കാനൊന്നും നിൽക്കില്ല ആൾക്കാർ. കാരണം ഇത് എന്നെ ഇന്നവരാരും ഫേസ്ബുക്കിൽ ഇങ്ങനെ എൻ്റെ ദൈവികതയൊന്നും പുച്ഛിച്ചിട്ടൊന്നും ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്, എനിക്ക് തന്നെ അത്ഭുതമാണ്. ഓരോ ദൈവികമായ വിഷയത്തിനും വരുമ്പോൾ പലതരത്തിലുള്ള എതിർപ്പുള്ളവരുണ്ടാവാം, അവിശ്വാസികളുണ്ടാവാം, പിന്നെ കുറേ വെറുതെ വർഗീയത പറയുന്നവരുണ്ടാവാം. അവരൊന്നും തന്നെയും എന്നെ ഇന്ന് വരെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരും എന്നെ വത്സിക്കാൻ വന്നിട്ടില്ല. താനെന്താടോ ഈ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പോസ്റ്റുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നോടാരും വന്നിട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. അത്ഭുതമാണത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒറിജിനലിനെ തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയുന്നുണ്ട്. ഇയാൾ ഇതിനെക്കൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല, ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അയാളുടെ പിന്നെ ഞാൻ ഭണ്ഡാരം വെക്കാതെ പൂജ ചെയ്യുന്ന ഒരാളല്ലേ, അതുകൊണ്ട് ആയിരിക്കണം. സമൂഹത്തിനെല്ലാം മനസ്സിലാവാതൊന്നുമില്ല. അപ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ മനുഷ്യർക്കുണ്ടാവും. അത് ഫേസ്ബുക്കിൽ കാണുന്നവർക്കും ഉണ്ട്. അവർ അത് മനസ്സിലാക്കുന്നു. വേണ്ട അത് വേഷം കെട്ടലോ ഈ പിന്നെ എന്താണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള കൊടും വഞ്ചനയും ഹിപ്പോക്രസിയും ഇതൊന്നും എൻ്റെ ഇത്രയും കാലത്തെ ദൈവികമായ യാത്രയിൽ ഞാൻ അനുവർത്തിച്ചിട്ടില്ല. ഇല്ലാത്ത കാലത്തില്ല, അതിനെ വിശ്വസിച്ചിട്ടില്ല. 35 കൊല്ലമായിട്ട് അതിനെ വിശ്വസിക്കുകയും 30 കൊല്ലമായിട്ട് അതിനെ ആരാധിക്കുകയും അതിനെ 18 കൊല്ലമായിട്ട് അതികഠിനമായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അത് ദൈവത്തിനും തിരിഞ്ഞു, ഒരു പരിധിവരെ ഭക്തന്മാർക്കും തിരിഞ്ഞു. ഭക്തരല്ലാതെ സാധാ മനുഷ്യർക്കും അവർക്കും ബുദ്ധിയുണ്ടല്ലോ. ഏതായാലും ഇവൻ അതിനെക്കൊണ്ട് തട്ടിപ്പൊന്നുമില്ല, എന്നാൽ പിന്നെ അയാളെ പാട്, നമുക്കെന്തിനാണ് അയാളെ ചീത്ത പറയേണ്ട കാര്യം. ഒരു എത്തിസ്റ്റും എന്നോട് ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വ്യാജന്മാർ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പരിപാടിക്കും പോകണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അവർ കളിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അവർക്ക് തന്നെയാണ് അതിൻ്റെ
സർവനാശം വന്നു ചേരുക. പ്രത്യേകിച്ച് ശിവനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സംഹാരത്തിൻ്റെയും സംരക്ഷകനായിട്ടും സംഹാരകനായിട്ടും 2 റോളുണ്ട്. അത് ദേവിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജമായ കളികൾ അത് ദൈവിക വിഷയത്തിൽ പുറത്തെടുക്കാൻ നിൽക്കരുത് ഒരാളും. അത് എല്ലാവരും പലതരത്തിലുള്ള വയറ്റിപ്പഴപ്പൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള കളികളൊന്നും ആത്യന്തികമായിട്ട് ആരുമല്ലാതെ എല്ലാവരും പോവും ഈ ഭൂമിയിൽ നിന്നും. അതൊന്നും ഏത് ഭക്തനും പോവും, ഏത് ഭക്തിയില്ലാത്തവനും അതൊക്കെ പോയിക്കൊള്ളും. പക്ഷേ യഥാർത്ഥ ഭക്തനെ എങ്ങനെ നിർത്തുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്തവരെ എങ്ങനെയാണ് പോക്സോലൊക്കെ പെട്ടിട്ട് അകത്തേക്ക് പോകുന്നത്. എനിക്കിങ്ങനെ മുമ്പേ ഗമിച്ചിരുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഗോക്കൾ പുറകെ തന്നെ പോകാനുണ്ട്. കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമയം ഇന്നിവിടെ തീരുകയാണ്. ഇന്ന് 10 പഞ്ചാക്ഷരി ജപിക്കുന്നതൊക്കെ നല്ലതാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വിവൃദ്ധോർബികുഠാരം മൃഗമഭ്യൂരു സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിത നിലയോ വ്യാഘ്രചർമ്മത്തവാസ ധേയോ മുക്ത പരാഗ അമൃതരസകൾ ദത്തിപ്പോ പഞ്ചഭക്ത തെക്ഷക്കോടി 2 കോടി എടുത്ത് ഹിന്ദു ശിഷ്കല തുങ്കമൂലി. ഇങ്ങനെ ഉയർന്ന കരങ്ങളാൽ നിന്നെ ഇതാ മഹാദേവ ഞാൻ കുമ്പിടുന്നു എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഒരു ജലധാര നടത്തുക, ഒരു കൂവളമാല ചേർത്തുക, 10 നമഃ ശിവായ ജപിക്കുക. അത്രയൊക്കെ അല്ലേ നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കുള്ളൂ. അതൊക്കെ ചെയ്യുക. വ്രതത്തിൻ്റെ കാര്യമൊന്നും ഇനി ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഞാൻ തന്നെ എടുക്കുന്നില്ല, എനിക്ക് എടുത്തുകൂടാ. അതുകൊണ്ടാണ്. പിന്നെ ബാക്കി ഞാൻ എടുക്കാത്തൊരു കാര്യം നിങ്ങളെ ഉപദേശിക്കണ്ടല്ലോ. അതുകൊണ്ട് പോട്ടെ. എല്ലാവർക്കും ശിവൻ മംഗളം പ്രദാനം ചെയ്യട്ടെ. എല്ലാവരെയും ശിവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പിന്നെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും എന്നെ ബുക്ക് ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനിൽ സേവനം ലഭ്യമാണ്. അതിന് പിന്നെ വാട്സാപ്പ് വഴി ഡേറ്റും ടൈമും അയച്ച് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് അങ്ങനെയും ഫലങ്ങൾ അറിയാവുന്നതാണ്. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.